ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. എനിക്കൊന്ന് സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടി. ആ സർപ്രൈസ് ഗിഫ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല, കാരണം ആ സർപ്രൈസ് അല്ല. അപ്പോൾ നമ്മൾ ആ സർപ്രൈസ് ഗിഫ്റ്റ് ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. അതിന് മുമ്പായി യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യാത്ത ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പോലെ ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകതയുണ്ട്. ഇന്ന് ആദ്യം ഞാൻ എനിക്കിപ്പോൾ എൻ്റെ മുമ്പിൽ പാക്കേജ് വന്ന് ഇരിക്കുന്നു. ആമസോൺ നോക്കിയത്. പിന്നെ എനിക്ക് മനസ്സിലായത് എൻ്റെ ഡാഡി ഞാൻ അറിയാണ്ട് ആക്ച്വലി പാക്കേജ് ചെയ്തിരുന്നു. എന്താ നമുക്കറിയില്ല, നമുക്ക് തുറന്നു നോക്കിയാലത്. Redmi Pro 9 Max. ഒരുപാട് ദിവസങ്ങളായി ഞാൻ പറഞ്ഞു കിടക്കുന്ന തുറക്കല്ലേ. അപ്പൊ നമ്മള് പാക്കേജ് തുറക്കാൻ പോയി കേട്ടോ. പിന്നെ അതിൽ കവറുണ്ട്. കവറിൻ്റെ ഉള്ളിൽ നമുക്ക് ഫസ്റ്റ് ആ കവറിൻ്റെ ഉള്ളിൽ എന്താ നോക്കാം. ആ കവറിൻ്റെ ഉള്ളിൽ ഫോണിൻ്റെ കവറുണ്ട് അതിൻ്റെ ഉള്ളിൽ. പിന്നെ അതിൻ്റെ സിം കാർഡ് ഓപ്പൺ ചെയ്യാനുള്ള പിന്നും തന്നിട്ടുണ്ട് അവർ. നമുക്ക് അവസാനം എടുക്കാം. കവർ നമുക്കൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണ്. ഇതാണ് കവർ. ബ്ലാക്കിഷ് ട്രാൻസ്പെറൻറ്റ് കളർ എന്ന് പറയാൻ. അതെ, ഇത് നമുക്ക് അടുത്തായി നമ്മുടെ ഫോൺ എടുക്കാം. ഫോൺ that's my phone. ഈ ഫോൺ കണ്ടാൽ നമുക്കറിയാം ബാക്കിൽ ഡിസൈൻ ചെയ്തെന്ന് തോന്നുന്നു. ഒരു ബ്ലൂ ഡിസൈൻ പോലെ ഉണ്ട്. പിന്നെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ്, 64MP ക്യാമറ. ബാക്കി നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം സംസാരിക്കാം. ബോക്സിൽ ആസ് യൂഷ്വൽ ചാർജർ വയറുണ്ട്. കുറച്ചുകൂടിയും ലെങ്തി വയറാന്ന് തോന്നുന്നു. അതുകൊണ്ട് കുറച്ചുകൂടിയും ദൂരത്ത് ചാർജ് ചെയ്യാനും കുഴപ്പമില്ല. ഫോർ എക്സാമ്പിൾ ഗെയിമൊക്കെ കളിക്കുന്നവർക്ക് ഡിസ്റ്റൻസ് കൂടുതൽ വേണം, അവർ ചാർജ് ചെയ്തിട്ട് മിക്കവരും കളിക്കും. അപ്പോൾ അവർക്കൊക്കെ നല്ലതാണ് ഇങ്ങനത്തെ ചാർജർ. പിന്നെ കിട്ടിയോ കിട്ടി. 33 വാട്ട് ഫാസ്റ്റ് ചാർജറാണിത്. അപ്പോൾ ചാർജ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ ഫോണിനായിട്ട് ആസ് യൂഷ്വൽ സ്പീഡിനായിട്ട് കൂടുതൽ സ്പീഡിൽ ചാർജ് ആകും. പിന്നെ നമുക്കതാണല്ലോ വേണ്ടത്, ചാർജിങ് സ്പീഡ് ആവണം, പിന്നെ ബാക്കിയുള്ള വർക്ക് അതിൽ ചെയ്യണം. ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോൾ കൊറോണ നടക്കുകയാണ്, അപ്പോൾ ഷട്ട് ഡൗൺ ആണ്, എല്ലാവരും വീട്ടിലാണ് വർക്ക് അറ്റ് ഹോം ചെയ്യുന്നത്. അപ്പോൾ മിക്കവർക്കും ഫോണിൽ ചാർജും ഫോൺ യൂസൊക്കെ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതിനെ നല്ലതായിരിക്കും ഈ ഫാസ്റ്റ് ചാർജർ എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി ഫോണിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. യെസ്, എടുത്തേട്ടെ, അമ്മേനെയൊന്ന് തല്ലിട്ടു. അപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ വെച്ച് പറയാൻ ഇതിൻ്റെ പ്രൊസസ്സർ യൂസ് ചെയ്യുന്നത് ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 720G ആണ്. പിന്നെ ഇതിൻ്റെ ക്യാമറ വരുന്നത് മെയിൻ ക്യാമറ 64 മെഗാപിക്സൽ, അത് ക്വാഡ് ക്യാമറയായിട്ട് വരുന്നത്. പിന്നെ ഇതിൻ്റെ സെൽഫി ക്യാം വരുന്നത് 32 മെഗാപിക്സൽ ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ സ്ക്രീൻ എന്ന് പറയുന്നത് 6.67 ഇഞ്ച് സ്ക്രീനാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ചാർജിങ് വരുന്നത് 33 വാട്ട് ഫാസ്റ്റ് ചാർജറാണ്. പിന്നെ ബാറ്ററി 5020 mAh ബാറ്ററിയാണ് വരുന്നത്. ഫ്രണ്ടും ബാക്കും. ഇനി നമുക്കാന്ന് വെച്ചാൽ ഫോണൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ബാറ്ററി ലൈഫ് 5000 mAh ആണ്. പിന്നെ ഇതിൻ്റെ ഡ്യുവൽ സിം ആണ്, പിന്നെ പ്ലസ് SD കാർഡ്, എല്ലാവർക്കും അറിയാം. എന്നാൽ നമുക്ക് ഫോൺ തുറന്ന് നോക്കാം. Redmi by Simo.
നമുക്കിത് വേഗം സെറ്റപ്പ് ചെയ്തെടുക്കാം ഫോൺ. ഓക്കെ, വാ സൂപ്പറായില്ലേ. അപ്പോൾ നമ്മൾ ഫോൺ തന്നു. ഇനി നമുക്ക് അതിൻ്റെ സെറ്റിങ്സ് ഒക്കെ പോയി ബാക്കി അപ്ഗ്രേഡേഷൻസ് അങ്ങനത്തെ എല്ലാം ചെയ്ത് പിന്നെ ഇൻസ്റ്റാൾഡ് ഇൻസ്റ്റഗ്രാം സെറ്റിങ്സ് കിട്ടി. അബൌട്ട് മൈ ഫോൺ എടുത്തു. അതിൽ ഡിവൈസ് നെയിം റെഡ്മി, ഡിവൈസ് മോഡൽ റെഡ്മി നോട്ട് 9 Pro Max, പിന്നെ MIU വേർഷൻ അത് ഗ്ലോബൽ, ആൻഡ്രോയിഡ് വേർഷൻ 10, സ്റ്റോറേജ് 128 സ്റ്റോറേജ് ആണ്. പിന്നെ ഓൾ സ്പെക്സ് നോക്കാം. അതിൽ 6GB റാം, മോഡൽ M2 CPU ഒക്ടേ കോറ മാക്സ്, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആണ് തോന്നും. പിന്നെ നമുക്ക് ബാക്ക് നോക്കാം. വേറെ കാര്യങ്ങൾ ലീഗൽ നമ്മൾ ക്യാമറ സെറ്റിങ്സ് തുറന്നു. അപ്പോൾ തുറന്നപ്പോൾ കണ്ടത് ഇതിൽ പല മോഡുകളുണ്ട്. ഇപ്പോൾ ഏകദേശം ഇപ്പോൾ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ഇപ്പോൾ സ്ലോ മോഷൻ ഉണ്ട്, ഇപ്പോൾ ഷോർട്ട് വീഡിയോ ഉണ്ട്, വീഡിയോസ് ഉണ്ട്, ഫോട്ടോ 64 മെഗാപിക്സലിൻ്റെ ഉണ്ട്, സ്പെഷ്യൽ ക്യാമറ ക്ലാരിറ്റി ഉള്ളത്, അൾട്രാ HD ആണത്, പിന്നെ പോർട്രേറ്റ്, നൈറ്റ്, പാനമര, പ്രോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഉണ്ട് ഫീച്ചേഴ്സ്. നമുക്കപ്പോൾ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഫോണിൻ്റെ 64 മെഗാപിക്സൽ മെയിൻ പ്രൈമറി ക്യാമറയാണ്. ഇതിൻ്റെ മെയിൻ ഫോക്കസ് ആയിട്ട് നമ്മൾ ക്യാമറേനെ പറ്റി പറയാൻ വെച്ചാൽ. അപ്പോൾ നമുക്ക് അതിൻ്റെ ക്യാമറ ക്വാളിറ്റി ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ എന്തായാലും അപ്പോൾ നമുക്ക് 2-3 ഫോട്ടോസൊക്കെ എടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഫോട്ടോസൊക്കെ എടുത്ത് നമുക്ക് സ്ക്രീനിൽ കാണിച്ചു തരാം ഞാൻ. ഓക്കെ, ഹലോ ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി ഇപ്പോൾ എന്തായാലും ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ എന്തായാലും ഇതിൽ 4K ഉണ്ട് മോഡ്. അപ്പോൾ ഞാനിപ്പോൾ ഇത് 4K UHD മോഡാണ് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ 4K ഇതാണ് ക്ലാരിറ്റി, നിങ്ങൾക്ക് കാണുന്ന വരെ നോക്കിക്കോ. ഇതാണ് 4K ക്ലാരിറ്റി. ഓക്കെ, ഒരു നന്നായിട്ട് ക്യാപ്ചർ ചെയ്യുന്നുണ്ട്, സൺലൈറ്റ് ഒക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഒക്കെ നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ കാണാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റുകൾ കമന്റ് ബോക്സിൽ എഴുതുക. അപ്പോൾ ബൈ, നമുക്ക് അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം.